തൃശൂർ കോടാലിയിലെ 8 വയസ്സുകാരന്റെ മരണം പാമ്പുകടിയേറ്റെന്ന് സംശയം. കുട്ടിയുടെ ദേഹത്ത് പാമ്പുകടിയേറ്റ അടയാളം കണ്ടെത്തി. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടികൾ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്തു നിന്നും പാമ്പിനെ കണ്ടെത്തി. സഹോദരൻ 10 വയസ്സുകാരൻ അനോഷും ചികിത്സയിലാണ്. അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ 8 വയസ്സുകാരന്റെ മരണം പാമ്പുകടിയേറ്റെന്ന് തന്നെ ആണോ ഉറപ്പിക്കാമോ? 100% അക്കാര്യത്തിൽ ഉറപ്പ് ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും വീട്ടിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ കാലിൽ പാമ്പ് കടിയേറ്റ ലക്ഷണങ്ങൾ അടങ്ങിയ ഒരു പാട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർ കുട്ടിയുടെ മൃതദേഹം പരിശോധിച്ചതിൽ നിന്നും ഇത്തരത്തിലൊരു പാട് കണ്ടെത്തി എന്നുള്ള വിവരം വെള്ളിക്കുളങ്ങര പോലീസിനോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ പോലീസിൽ നിന്നാണ് അങ്ങനെ ഒരു വിവരം ലഭിച്ചത്. എന്തായാലും കോടാലി സ്വദേശിയായിട്ടുള്ള സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകനായിട്ടുള്ള അൽജോ, 8 വയസ്സുള്ള അൽജോ ആണ് മരണപ്പെട്ടത്. അൽജോയുടെ സഹോദരൻ അനോഷ് ഗുരുതര അവസ്ഥയിൽ ചികിത്സയിലാണ് അങ്കമാലിയിലെ ആശുപത്രിയിൽ. ഇന്നലെ രാത്രി ഇവർ വീട്ടിലെത്തി. ഇവർ പുറത്തൊരു വൈദികന്റെ വൈദിക പട്ടം നേടിയതിന്റെ ജൂബിലി ആഘോഷത്തിന് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരികെ വീട്ടിലെത്തിയ ശേഷം ഷെയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു എന്നാണ് കുട്ടികളുടെ അമ്മ പറയുന്നത്. അതിനുശേഷം ഇവർ കിടന്നുറങ്ങി. ഒരു 2 മണിയോടെ അടുത്തപ്പോൾ ഈ മക്കളിൽ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, വയറുവേദന അനുഭവപ്പെട്ടു. അപ്പോൾ വീട്ടുകാർ മാതാവ് ജീരകവെള്ളം നൽകി ശേഷം ആ മകൻ കിടന്നു. പിന്നീട് 4 മണിയായപ്പോൾ ഇളയ മകന് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് വായിൽ നിന്നും നുരയും പതയും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ ആദ്യഘട്ടത്തിൽ വീട്ടുകാർ വിചാരിച്ചത് ആ ഷെയ്ക്കിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധയാകാം എന്ന ഒരു നിഗമനത്തിലാണ് ആദ്യം വീട്ടുകാർ എത്തിയത്. ഉടൻ അവർ അവിടെ നിന്ന് മക്കളെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 6 മണിയോടെ എത്തിച്ചപ്പോഴേക്കും ഇളയ മകൻ മരണപ്പെട്ടിരുന്നു. മൂത്ത മകൻ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മൂത്ത മകൻ അനോഷിനെ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. പിന്നീട് ആദ്യഘട്ടത്തിൽ വീട്ടുകാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നതും ഈ ഷെയ്ക്ക് കഴിച്ചതിൽ നിന്നും ഉണ്ടായ എന്തെങ്കിലും ഭക്ഷ്യ വിഷബാധയാകാം എന്നുള്ളൊരു നിഗമനമാണ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. പിന്നീട് ഡോക്ടർ വിശദമായി കുട്ടിയുടെ ശരീരം പരിശോധിച്ചു നിന്നാണ് കാലിൽ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ ഒരു പാട് കണ്ടെത്തുന്നത്. ഉടൻ ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചു. അങ്ങനെ നാട്ടുകാരുടെയും പോലീസിനെയൊക്കെ സഹായത്താൽ വീട്ടിൽ പരിശോധന നടത്തി. ഈ കുട്ടികൾ കിടന്നുറങ്ങിയ മുറിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. വെള്ളിക്കട്ടൻ, വലിയ വിഷമുള്ള വർഗത്തിൽപ്പെട്ട വെള്ളിക്കട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് കണ്ടെത്തിയത്. ആ പാമ്പിനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തു. പിന്നീട് ഈ ഫോട്ടോ ആശുപത്രി അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ അങ്കമാലി ആശുപത്രിയിലുള്ള അനോഷിന്റെ ചികിത്സയ്ക്ക് ആയി ഈ ഫോട്ടോ അങ്കമാലിയിലെ ആശുപത്രി അധികൃതർക്കും കൈമാറി. എന്തായാലും വെള്ളിക്കുളങ്ങര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പാമ്പ് കടിയേറ്റ് തന്നെയാണോ കുട്ടി മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ നിന്ന് മാത്രമേ പാമ്പ് കടിയേറ്റ് തന്നെയാണോ മരണം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്നിരുന്നാൽ കൂടി കുട്ടികൾ കിടന്നിരുന്ന മുറിയിൽ നിന്നും പാമ്പിനെ കിട്ടിയതും പാടും എല്ലാം കണക്കിലെടുത്ത് പ്രാഥമികമായ നിഗമനം 2 കുട്ടികൾക്കും പാമ്പ് കടി ഏറ്റിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. തൃശൂർ കോടാലിയിലെ 8 വയസ്സുകാരന്റെ മരണം പാമ്പുകടിയേറ്റാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സംശയം. എന്തായാലും കുട്ടിയുടെ ദേഹത്ത് പാമ്പുകടിയേറ്റന്റെ അടയാളമൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടികൾ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്തു നിന്നും പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരൻ 10 വയസ്സുകാരൻ അനോഷും ചികിത്സയിലാണ്. എന്തായാലും 2 പേർക്കും പാമ്പുകടി ഏറ്റതാണോ എന്നുള്ളതിൽ സ്ഥിരീകരണം വരണമെങ്കിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. എന്തായാലും കുടുംബമൊക്കെ കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി ഷേക്ക് കുടിച്ചതുകൊണ്ടുള്ള ഭക്ഷ്യ വിഷബാധയാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പ്രാഥമിക വിവരങ്ങളിൽ നിന്നും പാമ്പുകടി ഏറ്റതാണ് എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.